പ്രിയമുള്ളവരെ, വചനജ്വാല 1450 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 20 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം 12-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവെ, സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു. പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശയർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മന്ത്രവാദം, അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ, നിഷ്ഠൂരമായ ശിശുഹത്യ, മനുഷ്യക്കുരുതി തുടങ്ങിയവ നടത്തി രക്തമാംസങ്ങൾ ഭുജിക്കൽ എന്നീ മ്ലേച്ഛാചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധ ദേശത്തെ ആദി നിവാസികളെ അങ്ങ് വെറുത്തു. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവീകരാൽ നശിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സായി. അങ്ങേക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത്. മർത്യരായ അവരോട് പോലും അങ്ങ് ദയ കാണിച്ചു. അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിന്റെ മുന്നോടി എന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു. അധർമ്മികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കടങ്ങളിൽ ഏൽപ്പിക്കാനോ ഹിംസ്ര ജന്തുക്കളുടെ ഒറ്റ കുതിപ്പ് കൊണ്ട് അങ്ങയുടെ ദൃഢമായ ഒരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത്. അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദപിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി. അവർ ജന്മന ശപിക്കപ്പെട്ട വംശമാണ്. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരിക്കുന്നത് അങ്ങ് ആരെയും ഭയപ്പെട്ടിട്ടല്ല. നീ എന്താണ് ചെയ്തത് എന്ന് ആര് ചോദിക്കും? അങ്ങയുടെ വിധി ആര് തടയും? അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആര് അങ്ങയെ കുറ്റപ്പെടുത്തും? അധർമ്മികൾക്ക് വേണ്ടി വാദിക്കാൻ ആര് അങ്ങയുടെ മുൻപിൽ വരും? കൂടാതെ അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുമില്ല. അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല. അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ്. അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങറിയുന്നു. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിൻ്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ബെർണർദീനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. മാർപ്പാപ്പമാരുടെ ഉപദേഷ്ടാവ്, 2-ാം കുരിശുയുദ്ധം പ്രസംഗിച്ച സജ്ജമാക്കിയവൻ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ, വാഗ്മി, ദൈവമാതൃഭക്തൻ എന്നീ നിലകളിൽ പ്രശോഭിച്ചിരുന്ന ബെർണാർഡ് ബെർഗൻഡയിൽ ജനിച്ചു. 23-ാം വയസ്സിൽ സെറ്റോ ആശ്രമത്തിൽ ചേർന്നു. 3 വർഷത്തെ ആധ്യാത്മിക ജീവിതം കെയർവോയിൽ പുതിയ ആശ്രമത്തിന്റെ ആവട്ടാക്കി. 37 വർഷം ആ ജോലിയിൽ തുടർന്നു. ഈ കാലഘട്ടത്തിൽ
വിവിധ രാജ്യങ്ങളിലായി 136 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ബെർണാർഡ് ബെനഡിക്റ്റൻ സഭയുടെ ദ്വിതീയ സ്ഥാപകനായിട്ടാണ് അറിയപ്പെടുക. ദൈവമാതൃഭക്തി അസാധാരണമായിരുന്നു. പരിശുദ്ധരാജ്ഞി ജപത്തിലെ അവസാന വാക്യവും എത്രയും ദയയുള്ള മാതാവേ എന്ന ജപവും വിശുദ്ധ ബെർണാർഡ് എഴുതിയതാണ്. 62-ാം വയസ്സിൽ അദ്ദേഹം സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. വേദപാരംഗതനായ വിശുദ്ധ ബെർണർദിന്റെ മധ്യസ്ഥം യാചിച്ച് നമുക്കിന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും വിശുദ്ധ ബെർണാർദിന്റെ മധ്യസ്ഥതയാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.